Hi guys, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് Realme ലോഞ്ച് ചെയ്യാൻ പോകുന്നവരുടെ Realme 11 Pro എന്ന ഡിവൈസിന്റെ അൺബോക്സിംഗ് ആൻഡ് ഷോർട്ട് റിവ്യൂ ആണ്. ഇതിന് മുന്നേ ഉള്ള Realme 11 Pro Plus എടുക്കണോ വേണ്ടയോ എന്നുള്ളതും അതോടൊപ്പം തന്നെ അൺബോക്സിംഗ് റിവ്യൂയും ഡീറ്റെയിൽഡ് ക്യാമറ റിവ്യൂ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്നത്തെ വീഡിയോയുടെ ഈ ഒരു സ്മാർട്ട് ഫോൺ റിവ്യൂ നോക്കാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം നമ്മുടെ സ്മാർട്ട് ഫോൺ ആണ് കിട്ടുന്നത്. അതോടൊപ്പം തന്നെ ഒരു സിലിക്കൺ കേസ് കിട്ടുന്നുണ്ട്, കുറച്ച് ഡോക്യുമെന്റേഷൻ, ചാർജർ, അതോടൊപ്പം തന്നെ USB Type-C കേബിളും കിട്ടുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ, അതായത് Realme 11 Pro എന്ന് പറയുന്ന ഡിവൈസ്. നല്ല കിടിലൻ ലുക്കാണ് വരുന്നത്. അതോടൊപ്പം തന്നെ ഡിസ്പ്ലേക്ക് നോക്കുകയാണെങ്കിൽ നല്ല കിടിലൻ കാർബൺ ഡിസ്പ്ലേ ആണ് ബ്രാൻഡ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല ഫിൻ ഹാൻഡ് ഫീലിലും അതോടൊപ്പം തന്നെ നല്ല ക്വാളിറ്റി നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ കയ്യിൽ പിടിക്കുന്ന സമയത്ത് കിട്ടുന്നുണ്ട്. സ്മാർട്ട് ഫോൺ Realme ബ്രാൻഡിങ് കാണിച്ച് ബൂട്ടപ്പായി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത ഡിസ്പ്ലേ ആണ്. സോ ഡിസ്പ്ലേ പറ്റി പറയുന്ന സമയത്ത് ഇവിടെ ഒരു 6.7 ഇഞ്ചിന്റെ AMOLED ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. 1 ബില്യൺ കളേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. HDR10+ സപ്പോർട്ടബിൾ ആണ്. 120 Hz റിഫ്രഷ് റേറ്റും 950 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിൽ കാണാനായിട്ട് സാധിക്കും. സോ 950 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് ഭയങ്കര വലിയ കാര്യമൊന്നുമല്ല. ഒരു നോർമൽ, അതായത് ഔട്ട്ഡോറിൽ കൊണ്ടുപോകുന്ന സമയത്ത് നോർമലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസ്പ്ലേ ക്വാളിറ്റിയാണ്. അല്ലാതെ നമുക്ക് നല്ല രീതിയിൽ ഡിസ്പ്ലേ നമുക്ക് ബ്രൈറ്റ്നസ് കൂട്ടിയിട്ട് പുറത്ത് യൂസ് ചെയ്യാന്നല്ല ഇവിടെ പറയുന്നത്. ഒരു എന്താ പറയുക, ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറഞ്ഞായിട്ട് പറ്റും. ആൻഡ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ നല്ല കിടിലൻ ഫ്ലാഗ്ഷിപ്പ് ലുക്കാണ്. എനിക്ക് പേഴ്സണലി കണ്ട സമയത്ത് ആദ്യം തോന്നിയത് ഇതൊരു ഹ്യുവാവെ അല്ലെങ്കിൽ ഒരു ഹോണ്ട സ്മാർട്ട് ഫോണിന്റെ ഡിസൈൻ ആയിട്ടാണ്. കാരണം ആ ഒരു സർക്കുലർ കളർ കിടിലാണ്. അതോടൊപ്പം തന്നെ ഇതിന്റെ 3 കളർ വേരിയൻസ് Realme ലോഞ്ച് ചെയ്യുന്നുണ്ട്. സോ ഈ കയ്യിലിരിക്കുന്നത് 2 എണ്ണം, ഒന്ന് ഗോൾഡും ഒന്ന് ഗ്രീനും ആണ്. സോ ഇതിൻ്റെ ഒരു ബ്ലാക്ക് വേരിയന്റ് ഉണ്ട്. അതിന്റെ ബാക്കിൽ ഗ്ലാസ് ആണെന്നാണ് ഞാൻ അറിഞ്ഞത്. എന്തായാലും അതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോയും കൂടെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ എനിവേസ്, എനിക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഒരു ക്യാമറ ഡിസൈനും ആ ഒരു കർവ്ഡ് ഡിസ്പ്ലേ തന്നെയാണ്. സോ ക്യാമറ പറ്റി പറയുന്ന സമയത്ത് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറയുടെ സെൻസേഴ്സും ബാക്കി ഡീറ്റെയിൽസും നമുക്കൊന്ന് നോക്കാം. സോ ഇവിടെ ബ്രാൻഡ് കൊടുത്തിരിക്കുന്നത് ഒരു 100 മെഗാ പിക്സലിന്റെ വൈഡ് ക്യാമറയാണ്. OISന്റെ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, PDFI സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 MB മാക്രോ ക്യാമറയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു 2 ക്യാമറാസ് മാത്രമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിലുള്ളത്. ബട്ട് ഈ ഒരു സർക്കുലർ ഡിസൈൻ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് ക്യാമറ നിരത്തി വെച്ചിരിക്കുന്ന പോലെ നമുക്ക് തോന്നും. ആൻഡ് ദാറ്റ് ജസ്റ്റ് ആൻഡ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് വേണമെങ്കിൽ തന്നെ പറയാനായിട്ട് പറ്റും. സോ ഇവിടെ സ്മാർട്ട് ഫോണിന്റെ ഷട്ടർ സ്പീഡും കാര്യങ്ങളൊക്കെ ഭയങ്കര സ്പീഡിൽ എടുക്കുന്നുണ്ട്. ഫോട്ടോസൊക്കെ നൈസ് ക്വാളിറ്റിയാണ്. ഇവിടെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ Realme 11 Pro Plusനേക്കാളും കുറച്ചുകൂടി നല്ല ഫോട്ടോസ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നുണ്ട്. അതായത് ആ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അകത്ത് കുറച്ച് സാച്ചുറേറ്റഡ് അല്ലെങ്കിൽ ഒരു കളർ ബൂസ്റ്റഡ് ഇമേജസ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ബട്ട് ഇവിടെ നമുക്കൊരു നാച്ചുറൽ കളർ ടോണൊക്കെയാണ് കിട്ടുന്നത്. ആൻഡ് ഫിൽറ്റർ ഇട്ട് വിവിഡ് ഇട്ട് കഴിഞ്ഞാൽ നല്ല കളർ ബൂസ്റ്റഡ് ഉള്ള ഇമേജസ് കിട്ടും. അല്ലാത്ത പക്ഷം നല്ല കിള്ളൻ നാച്ചുറൽ ഫോട്ടോസാണ് കിട്ടുന്നത്. നല്ല വൈബ്രൻറ്റ്, നല്ല കളേഴ്സും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു 20,000 രൂപയ്ക്ക് താഴെ എന്ന് പറഞ്ഞൊരു പ്രൈസ് സെഗ്മെൻറ്റിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാമറ തന്നെ ഈ ഒരു Realme പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് അപ്പാർട്ട് ഫ്രം ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഈ ഒരു എന്താ പറയുക, ആ ഒരു പോരായ്മ, ആ ഒരു ബ്രൈറ്റ്നസിൻ്റെ പോരായ്മ എടുത്ത് മാറ്റി വെക്കുകയാണെങ്കിൽ ബാക്കിയെല്ലാം കൊള്ളാമെന്ന് തന്നെ ഞാൻ വേണമെങ്കിൽ പറയാം. അതോടൊപ്പം തന്നെ ലാവ അഗ്നി 2 ആയിട്ട് പിടിച്ച് നിൽക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പില്ല. കാരണം ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്ന പ്രോസർ എന്ന് പറയുന്നത് Dimensity 750 എന്ന് പറയുന്ന ഒരു 6 നാനോമീറ്റർ റൺ ആവുന്ന പ്രോസറാണ്. Mali G68ന്റെ GPU ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്തിട്ടുള്ളത്. സോ 6 നാനോമീറ്റർ യൂസ് ചെയ്യുന്നതുകൊണ്ട് അല്ലെങ്കിൽ 6 നാനോമീറ്റർ റൺ ആവുന്ന ഒരു പ്രോസർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്പീഡുള്ളൊരു പ്രോസർ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അല്ലാതെ ഭയങ്കര അമേസിങ് പെർഫോമൻസ് ഒന്നും പറയാനില്ല. തരക്കേടില്ലാതെ അല്ലെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൻ്റെ താഴെ തരക്കേടില്ലാതെ ഗെയിമിങ്ങും അതോടൊപ്പം തന്നെ ക്യാമറയും ഡിസ്പ്ലേ ഒക്കെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു തരക്കേടില്ലാത്ത നോർമൽ ഫോണെന്ന് വേണമെങ്കിൽ ഇവിടെ എനിക്ക് വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും. ആൻഡ് ഇതിൻ്റെ ഈ ഒരു 2 വേരിയൻ്റ് ആയിരിക്കും വരുന്നത്. 256 GB 8 GB റാമും 128 GB 8 GB റാമും ആയിരിക്കും വരുന്നത്. സോ ഈ ഒരു 2 വേരിയൻസ് ആയിരിക്കും മേ ബി ഇന്ത്യയിൽ കൊണ്ടുവരാനായിട്ട് പോകുന്നത്. 12 GB റാം കറൻ്റ്ലി ഇവിടെ ഒരു കൺഫേംഡ് അല്ല, എങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. ജൂൺ 8-ാം തീയതിയാണ് ലോഞ്ച് ഇവൻറ്റ്. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ജൂൺ 7-നാണ്. ആൻഡ് ഈ ഒരു സ്മാർട്ട് ഫോണിന് ചൈനീസ് റീറ്റെയിൽ യൂണിറ്റ് ആണ്. സോ ഇന്ത്യൻ വേരിയൻ്റ് ആയിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യില്ല. ആൻഡ് ഇതിൽ നിന്ന് എന്തെങ്കിലും സ്പെക്സിന് വ്യത്യാസം വന്നാലും എന്നെ പഴിചാരാൻ നിൽക്കരുത്. കാരണം എനിക്ക് ചൈനീസ് വേരിയൻറ്റിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. സോ ഇത്രയും കാര്യങ്ങളാണ് Realmeയുടെ ഈ ഒരു 11 Pro എന്ന ഡിവൈസിൽ എനിക്ക് നല്ലതായിട്ട് തോന്നിയ കുറച്ച് കാര്യങ്ങൾ. ആൻഡ് ഫ്രണ്ട് ക്യാമറയുടെ കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. ഇവിടെ ഒരു 16 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ്. ആൻഡ് ദാറ്റ്സ് ഓക്കെ, അല്ലെങ്കിൽ ഒരു ആവറേജ് ക്യാമറ എന്ന് വേണമെങ്കിൽ പറയാം. 1080p ആയിട്ട് 30 FPS മാത്രമേ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ബാക്ക് ക്യാമറ വെച്ച് നമുക്ക് 4K 30 FPS വരെ മാത്രമേ മാക്സിമം ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. 60 FPS സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്താണെന്ന് എനിക്കറിയില്ല. ആൻഡ് ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ അതൊരു നല്ല കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ ആ ഒരു 30 FPS എന്ന് പറയുന്ന കാര്യം
ലിമിറ്റഡ് ആക്കിയത് ഒരു പക്ഷേ ഈ ഒരു പ്രൈസിന് കട്ട് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. എന്തായാലും അതിൻ്റെ കാര്യമൊന്നും അറിയില്ല. സോ എന്തായാലും നല്ലൊരു കിള്ളർ സ്മാർട്ട് ഫോൺ തന്നെയാണ് റിയൽമിയുടെ ഈ ഒരു 11 Pro പ്ലസ് അല്ല 11 Pro എന്ന് പറയുന്ന ഈ ഒരു ഡിവൈസ്. ആൻഡ് ഓക്കെ സ്മാർട്ട് ഫോണാണ്, 5G സപ്പോർട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ചാർജിങ്ങും കാര്യങ്ങളും എല്ലാം നല്ല അടിപൊളിയാണ്. ആൻഡ് തരക്കേടില്ലാത്ത പെർഫോമൻസ് അല്ലെങ്കിൽ ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ നടന്നു പോകും. സോ നിങ്ങൾ വലിയ ഗെയിമർ അല്ല, ഒരു നോർമൽ ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ കാഷ്വലി കളിക്കുന്നവരാണെങ്കിൽ ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ട് നടന്നു പോകും. അതോടൊപ്പം തന്നെ ബോക്സിൻ്റെ അകത്ത് നമുക്കൊരു കിടിലൻ 80 വാട്ടിൻ്റെ ചാർജും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ചാർജറും കാര്യങ്ങളൊക്കെ വെച്ചതിന് ശേഷം നല്ലൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. അപ്പോൾ 80 വാട്ടല്ല, 67 വാട്ട്സിൻ്റെ ചാർജാണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ട് വരുന്ന ഒരു കിടിലൻ ഫോണാണ്. സോ ഇതിനെ പറ്റിയുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും, നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ 11 Pro എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കണ്ടുകൊണ്ടാണ്. സൈനിങ് ഓഫ്. ബൈ.